ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്തായിട്ട് ഒരു 4 മണി പലഹാരം കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ ഒരു പാൻ എടുത്ത് വെക്കുക, അതിൽ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മളെ കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം വറുത്ത് കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ഗീയിൽ തന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത്തപ്പഴം ഇല്ലേ, അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക. നേരത്തെ കാഷ്നട്ടും എല്ലാം ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാത്രത്തിൽ ഗോതമ്പ് മാവും കുറച്ച് ഉപ്പും നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ക്ലംസ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി നല്ല നമ്മൾ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ നെയ്യിലൊക്കെ വരട്ടി വെച്ചില്ലേ, തേങ്ങയെല്ലാം അതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക കേട്ടോ. നല്ല കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു പാത്രം എടുത്തിട്ട് അതിൽ ഗീ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഇഡ്ഡലി കുട്ടത്തിലോട്ട് നമ്മൾ മാറ്റുകയാണ് കേട്ടോ. ഇഡ്ഡലി കുട്ടത്തിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും കേട്ടോ. എപ്പോഴും അതാ നമ്മൾ പുഡിങ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയാണ്. നമ്മൾ ഈ 4 മണി പലഹാരമില്ലേ, അതേപോലെയൊക്കെ നമുക്ക് വൈകുന്നേരം കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.